അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ നെക്സ്റ്റ് ടു റിയാക്ഷൻസ് ആയ ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ റിയാക്ഷനും ഫ്രെഡൽ ക്രാഫ്റ്റ് അസലേഷൻ റിയാക്ഷനും ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് 3 റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നൈട്രേഷൻ, ഹാലോജനേഷൻ, സൾഫിനേഷൻ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് 2 റിയാക്ഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് റിയാക്ഷൻ ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ റിംഗ് എടുക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് CH3Cl ആഡ് ചെയ്ത് കൊടുക്കാം, C2H5Cl ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു ബെൻസിലോട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇൻ ദ പ്രസൻസ് ഓഫ് ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് യൂസ് ചെയ്യുന്നത് എൻഹൈഡ്രേസ് AlCl3 ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തുളുവിനും HCl കിട്ടുന്നത്. തുളുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഥൈൽ ബെൻസീൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുളുവിൻ എന്ന് പറയുന്നത്. അപ്പൊ തുളുവിനും HCl കിട്ടുന്നതെന്നോ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ റിംഗ് വരച്ചിട്ടുണ്ട്. CH3Cl അല്ലേ, CH3Cl ഇത് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആയിട്ട് CH3+ഉം Cl- ആയിട്ട് ഫോം ചെയ്യുന്നു. CH3Cl സ്പ്ലിറ്റ് ആയിട്ട് CH3+ഉം Cl- ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ CH3+ ഉണ്ടല്ലോ, ഇതെന്താണ്, ഒരു ഇലക്ട്രോഫിലിക് അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. കാരണം വെച്ചാൽ എന്താണ്, പ്ലസ് ചാർജ് ആണ്. ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു ഇലക്ട്രോഫിലിക് അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. ഈ ഇലക്ട്രോഫിലിക് അറ്റാക്കിംഗ് റിയേജന്റ് എന്ത് ചെയ്യുന്നു, ഈ ബെൻസീനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ബെൻസീനെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ H ഏതെങ്കിലും ഒരു പൊസിഷനിൽ H എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ആയി മാറും. റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ CH3 ഫോം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള H റീപ്ലേസ്ഡ് ആയിട്ട് അവിടെ CH3 സീറ്റ് ഓക്യുപ്പൈ ചെയ്യും. ഇവിടെ പിന്നെ ഇപ്പം നമ്മൾ ഒരു H+ എന്ത് ചെയ്യുന്നു, നമ്മൾ റീപ്ലേസ് ചെയ്തില്ല, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ. ഈ H+ഉം ഇവിടെയുള്ള ഈ Cl- കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്നിട്ട് HCl ഫോം ചെയ്യും. അതാണ് ഈ HCl. ഈ H+ഉം Cl- കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ HCl. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ബെൻസീനും CH3Cl in the presence of anhydrous AlCl3 ആഡ് ചെയ്ത് നമുക്ക് എന്തിട്ടുന്നു, തുളുവിൻ. ഈ തുളുവിന്റെ വേറൊരു പേരാണ് മീഥൈൽ ബെൻസീൻ. മീഥൈൽ ബെൻസീനാണ് നമ്മൾ എന്ത് പറയുന്നത്, തുളുവിൻ എന്ന് വിളിക്കുന്നത്. മീഥൈൽ ബെൻസീനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുളുവിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മീഥൈൽ ബെൻസീനും HCl-ഉം ഫോം ചെയ്യും. ഞാൻ ഇതിന്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോ ഒരു കോമ്പൗണ്ടിനകത്ത് ക്ലോറിൻ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അങ്ങനെയുള്ള ഏത് റിയാക്ഷൻസിലും നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് യൂസ് ചെയ്യുന്നത് എൻഹൈഡ്രേസ് AlCl3 ആണ്. അതായത് ക്ലോറിൻ പ്രസന്റ് ആയിട്ടുള്ള ഏതൊരു കോമ്പൗണ്ടിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് ആഡ് യൂസ് ചെയ്യുന്നത് എൻഹൈഡ്രേസ് AlCl3 ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഇവിടെയും നമ്മൾ എന്താണ്, ഇവിടെ ക്ലോറിന്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെയും നമ്മൾ എന്താണ്, എൻഹൈഡ്രേസ് AlCl3 ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ഫ്രെഡൽ ക്രാഫ്റ്റ് അസലേഷൻ റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ എടുക്കുന്നു. അത് എന്നിട്ട് CH3COCl ആഡ് ചെയ്തെടുക്കുന്നു. CH3COCl ആഡ് ചെയ്തെടുക്കുന്നു. അതിന്റെ പേരാണ് അസറ്റൈൽ ക്ലോറൈഡ്. CH3COCl അസറ്റൈൽ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു എൻഹൈഡ്രേസ് AlCl3. എന്തുകൊണ്ടാണ്, ക്ലോറിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ എൻഹൈഡ്രേസ് AlCl3 ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അസറ്റോഫോണും HCl-ഉം കിട്ടുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ CH3COCl എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആയിട്ട് 2 കോമ്പണൻസ് ആയിട്ട് മാറും. COCH3+ഉം Cl-ഉം. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, CH3COCl എങ്ങനെയാ COCH3+ ആയി മാറുന്നത്. നമുക്കറിയാം CO ഒരിക്കലും എൻഡ് പോർഷനിൽ നിൽക്കൂല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, COനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് CH3 അങ്ങോട്ട് ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, CH3 പ്ലസ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള അറ്റാക്കിംഗ് റിയേജന്റ്. ഈ അറ്റാക്കിംഗ് റിയേജന്റ് എന്ത് ചെയ്യുന്നു, ഈ ബെൻസീനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ പൊസിഷൻ എടുക്കുന്നത് ഇവിടെ തന്നെ എടുക്കുന്നു. ഇവിടെ ഏത് പൊസിഷനിലും വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാം. എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അപ്പം COCH3 അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു H+ ഇവിടുന്ന് ലിബറേറ്റ് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണല്ലോ ഇത്, റീപ്ലേസ് ചെയ്യുവാണല്ലോ ഇത്. അപ്പൊ H+ പോകുന്നു. പിന്നെ ആ Cl- കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് HCl ഫോം ചെയ്യും. ആ HCl ആണ് ഇത്. പിന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് എൻഡ് പ്രൊഡക്ട്സ് ആയിട്ട് അസറ്റോഫോൺ
അതായത് ബെൻസീൻ റിങ്ങിനകത്ത് ഒരു ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ COCH3 വരുന്നതിനാണ് നമ്മൾ അസറ്റോഫോൺ എന്ന് പറയുന്നത്. അസറ്റോഫോണും HCl നമുക്ക് അവിടെ ഫോം ചെയ്യും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ Cl ഉള്ള കോമ്പൗണ്ട്സ് എപ്പോഴും എൻഹൈഡ്രസ് AlCl3. നമുക്ക് മെയിൻ ആയിട്ട് 5 റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. ഇതിനകത്ത് 3 Cl പ്രസൻസ് ഉണ്ട്. അതായത് ഹാലോജിനേഷനകത്തും ഫ്രെഡൽ ക്രാഫ്റ്റ് അസിലേഷൻ റിയാക്ഷനകത്തും ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ റിയാക്ഷനകത്തും 3 നമുക്ക് എന്തുണ്ട്, നമുക്ക് Cl പ്രസൻസ് ഉണ്ട്, ക്ലോറിന് പ്രസൻസ് ഉണ്ട്. അപ്പൊ അവിടെ 3 റിയാക്ഷൻസിൽ എന്താണ് നമ്മൾ എൻഹൈഡ്രസ് AlCl3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് Cl പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എൻഹൈഡ്രസ് AlCl3. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ 5 റിയാക്ഷനകത്ത് എവിടെയൊക്കെ Cl പ്രസൻസ് ഉണ്ടോ അവിടേക്ക് നമ്മൾ എൻഹൈഡ്രസ് AlCl3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ബെൻസീൻ റിംഗ് എടുക്കുന്നു, അതിനകത്ത് CH3COCl ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതായത് അസറ്റൈൽ ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റ് ആയിട്ട് എൻഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് അസറ്റോഫോണും HCl. അസറ്റോഫോൺ എങ്ങനെ ഇടുന്നത്, ഈ CH3COCl എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആയിട്ട് COCH3 പ്ലസും Cl മൈനസ് ആയിട്ട് മാറും. ഇത് ഇലക്ട്രോഫിലിക് അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു, ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു Hനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അതായത് റീപ്ലേസ് ചെയ്തതാണ്. ആ റീപ്ലേസ്ഡ് ആയിട്ടുള്ള H പ്ലസും ഈ Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് HCl ഫോം ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിനകത്ത് COCH3 കമ്പൈൻ ചെയ്യുമ്പോൾ അസറ്റോഫോണും കിട്ടും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.